നമസ്കാരം. ഹൈറേഞ്ചിന്റെ വളർച്ചയുടെ പാതയിൽ അറിവും അനുഭവവും കൊണ്ട് തലമുറകൾക്ക് ദിശാബോധം നൽകിയ നമ്മുടെ ദീപ സ്കൂൾ 50ാമത് സ്കൂൾ വാർഷികാഘോഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ ഒരു വർഷം നാം ഒത്തൊരുമയോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. വിദ്യാലയം എന്നത് അറിവിന്റെ വെളിച്ചം പകരുന്ന ഇടം മാത്രമല്ല, ഓരോ കുട്ടിയുടെയും ഉള്ളിലെ നന്മയെ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിന് ഉപകാരപ്രദമായ വ്യക്തികളാക്കി ആത്മവിശ്വാസത്തോടെ ജീവിത പന്ഥാവിലേക്ക് ചുവടുവയ്ക്കുവാൻ പഠിപ്പിക്കുന്ന പരിശീലന കളരി കൂടിയാണ്. ഈ വിദ്യാലയത്തിന്റെ സ്പന്ദനങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അജ്ഞതയകറ്റി അറിവാർജിക്കുവാൻ നിങ്ങൾ അധ്വാനം ചെയ്തു. കളിക്കളത്തിലും ആരവത്തിലും കലാവേദികളിലെ വർണ്ണാഭമായ പ്രകടനങ്ങളിലും നിങ്ങൾ മാറ്റുരച്ചു. ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സർഗവാസനകളെ തിരിച്ചറിയുവാൻ, അവർക്ക് നന്മയുടെ വെളിച്ചം പകരുവാൻ കൂടെ നിന്ന് അധ്വാനിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അനന്ത സാധ്യതയുടെ വാതായനങ്ങളിലേക്ക് സ്കൂളിനെ ഉയർത്തുന്നതിൽ ജാഗ്രത പുലർത്തുന്ന സ്കൂൾ മാനേജ്മെന്റ്, എന്നും എപ്പോഴും കരുത്തായി കൂടെ നിൽക്കുന്ന PTA അംഗങ്ങൾ, ഓരോരുത്തർക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അറിവിന്റെ വെളിച്ചം തേടി പുതിയ പ്രതീക്ഷകളുടെ ചിറകിലേറി ദീപയുടെ അങ്കണത്തിലേക്ക് വന്നെത്തിയ വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ വരവേറ്റുകൊണ്ടാണ് 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം നടത്തപ്പെട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത കുട്ടികളെ ഓർമ്മിപ്പിക്കുകയും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 5-ന് ദീപ ഹൈസ്കൂളിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ജൂൺ മാസം 11-ാം തീയതി വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ സുരക്ഷാ സമിതിയുടെ രൂപീകരണം 2025 ജൂലൈ മാസം 16-ാം തീയതി നടന്നു. പ്രസ്തുത യോഗത്തിൽ ഈ അധ്യയന വർഷം സ്കൂൾ സുരക്ഷയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും സ്കൂൾ സുരക്ഷാ സമിതിയുടെ ഭാഗമായി ജൂലൈ മാസം 21-ാം തീയതി കട്ടപ്പന ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ക്ലാസുകൾ എടുക്കുകയും ചെയ്തു. വായന മനുഷ്യന്റെ ചിന്തയെ സമ്പന്നമാക്കുന്ന ദീപശിഖയാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ ലോകം തുറക്കപ്പെടുന്നു. വായനയുടെ മഹത്വം പുതുതലമുറയിൽ വളർത്തുകയും ഗ്രന്ഥങ്ങളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ PN പണിക്കരുടെ സ്മരണയ്ക്കായി ജൂൺ 19-ന് വായന ദിനം ആചരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന് അധ്യാപകരും രക്ഷിതാക്കളും കൈകോർക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന ഒരു വേദിയായി
നമ്മുടെ വിദ്യാലയത്തിലെ ആദ്യ PTA പൊതുയോഗം മാറി. അന്നേ ദിവസം വളരുന്ന കൗമാരം വളർത്തേണ്ട കൈകൾ എന്ന വിഷയത്തിൽ ഭരണജ്ഞാനം ജീവൻ ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സ് കിഴക്കേക്കടവിൽ രക്ഷിതാക്കൾക്കായി ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി ദീപ ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. 2025-26 അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ശംഖുലി 2K25 എന്ന പേരിൽ നടത്തപ്പെട്ടു. റവറന്റ് ഫാദർ തോമസ് കപ്പിയങ്കൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പ്രശസ്ത ഗായകനും മിമിക്രി കലാകാരനുമായ ശ്രീ മനോജ് ജോസഫ് വിശിഷ്ട വ്യക്തിയായി ക്ഷണിക്കപ്പെട്ടു. ഉദ്ഘാടനത്തിന് ശേഷം വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തപ്പെട്ടു. നാടും വീടും സ്കൂളും ഹരിതമോഹനമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ചെങ്ങാതിക്കൊരു മരം കുട്ടികൾക്ക് വേറിട്ടൊരനുഭവമായി. കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തൈകൾ പരസ്പരം കൈമാറി പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും നല്ല സൗഹൃദത്തിന്റെയും സന്ദേശവാഹകരായി മാറി. കലയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി സ്കൂൾ കലോത്സവം ദിം 2K25 ആഗസ്റ്റ് മാസം 4-ാം തീയതി നടന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം കലയും ആത്മാവിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കൂൾ കലോത്സവം വർണ്ണാഭമായി സംഘടിപ്പിക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ ചെറുപ്പം മുതൽ തന്നെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദീപ സ്കൂളിൽ ആഗസ്റ്റ് 14-ന് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരവും ശാസ്ത്രീയവുമായ രീതിയിൽ സംഘടിപ്പിച്ചു. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സംഗീതം നിറയ്ക്കുന്ന മഹോത്സവമാണ് ഓണം. ദീപ ഹൈസ്കൂളിലെ ഓണാഘോഷം പൊന്നൂഞ്ഞാൽ 2K25 ആഹ്ലാദത്തോടെ ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടു. സ്കൂൾ അങ്കണത്തിൽ പൂക്കളമൊരുക്കിയും തിരുവാതിര കളിച്ചും ഓണപ്പാട്ട് പാടിയും വൈവിധ്യങ്ങളായ ഓണക്കളികൾ സംഘടിപ്പിച്ചുകൊണ്ടും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ മനസ്സോടെ ആഘോഷങ്ങളിൽ പങ്കാളികളായി. അന്നേ ദിവസം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ കുട്ടികൾക്കായി ഓണസദ്യയും ഒരുക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലിക പൊതുവിജ്ഞാനം തുടങ്ങിയ മേഖലകളിൽ കുട്ടികളുടെ വിജ്ഞാനം ഊട്ടിയുറപ്പിക്കുന്നതിനായി ജയ് ഭാരത് വിൻ ക്വിസ് നടത്തി. ദേശസ്നേഹവും അറിവും ഒരുമിച്ച് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്വിസ് മത്സരം ദീപ സ്കൂളിനെ അറിവിന്റെ ഉത്സവവേദിയാക്കി മാറ്റി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നഗര ഗ്രാമീണ മേഖലകളിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ശുചിത്വോത്സവം 2025 വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും വൃത്തിയാക്കുകയും ആരോഗ്യ സുരക്ഷാ മാർഗങ്ങളും പരിസര സംരക്ഷണത്തിന് പ്രസക്തിയും വിളിച്ചോതുന്ന പോസ്റ്റർ പ്രദർശനവും നടത്തി. കേരളത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്ന കേരളപ്പിറവി ദിനാഘോഷം ദീപ സ്കൂളിൽ വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. കേരളത്തിന്റെ ആത്മാവും മലയാളിയുടെ അഭിമാനവും ഒരുമിച്ച ഈ കേരളപ്പിറവി ദിനാഘോഷം വിദ്യാർത്ഥികളുടെ മനസ്സിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് ദീപ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 23-ന് നടത്തപ്പെട്ടു. നിറമാർന്ന അലങ്കാരങ്ങളും പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കിയ സ്കൂൾ അങ്കണം ലോകരക്ഷകന്റെ പിറവിക്കായി കാത്തിരുന്നു. ക്ലാസ് മുറികളിൽ കേക്കുകൾ മുറിച്ച് സ്നേഹവും സൗഹൃദവും പങ്കുവച്ചപ്പോൾ ക്രിസ്മസ് ആഘോഷം വിദ്യാർത്ഥികളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ മധുരം നിറഞ്ഞ ഓർമ്മയായി.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നാഷണൽ യൂണിറ്റ് ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് SPC യൂണിറ്റിലെ അംഗങ്ങൾ ഒക്ടോബർ 31-ാം തീയതി മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ദീപ ഹൈസ്കൂളിലെ 8-9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഹൗ ടു ബിഹേവ് ഇൻ യുവർ സൊസൈറ്റി, ഗുഡ് മാനേഴ്സ് എന്നീ വിഷയങ്ങളിൽ സിസ്റ്റർ ടെസി മരിയ FCC ഏകദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അത്യന്തം ഗുരുതരമായ രോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച അറിവ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുഴുത്തുളു ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെത്തി ക്ലാസ്സിന് നേതൃത്വം വഹിച്ചു. ഒരു തൈ നട്ടു നനയ്ക്കുന്നത് അധ്യാപകരാണെങ്കിൽ ആ തൈക്ക് വേലി കെട്ടി സംരക്ഷിക്കുന്നത് രക്ഷിതാക്കളാണ്. വേലിയില്ലെങ്കിൽ തൈ നശിച്ചു പോകും, നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് വിദ്യാലയം എന്ന തണൽമരം ഉണ്ടാകുന്നത്. ദീപ സ്കൂളിലെ ഓരോ കുട്ടിയുടെയും സർവ്വതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സുവർണ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യ വികസനത്തിലും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലുമെല്ലാം ശക്തമായ പിന്തുണയുമായി PTA അംഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 2025 ജൂൺ മാസത്തിൽ കൂടിയ PTA പൊതുയോഗത്തിൽ വെച്ച് ശ്രീ ജെയ്ജു PT പാറയലിനെ PTA പ്രസിഡന്റായും ശ്രീമതി സരിത വിനോദിനെ MPTA പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. സ്കൂളിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തങ്ങളുടെ നിർലോഭമായ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൊണ്ടും ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തി പകരുന്നു. ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ സമർപ്പണ മനോഭാവത്തോടെ നോക്കിക്കണ്ട് തങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വാഗ്ദാനം ചെയ്ത് എന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ PTA അംഗങ്ങളെയും ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. സ്കൂൾ സംഘടനകളും ലക്ഷ്യങ്ങളും. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമിട്ട് ദീപ സ്കൂളിൽ വിവിധ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നു. കേവലം പാഠപുസ്തകത്തിലെ പഠനത്തിനപ്പുറം പ്രായോഗിക ജീവിതത്തിൽ അച്ചടക്കവും നേതൃപാഠവും വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംഘടനകളുടെ പ്രധാന ഉദ്ദേശം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. നിയമത്തോടുള്ള ബഹുമാനവും പൗരബോധവും വിദ്യാർത്ഥികൾ വളർത്തുന്നു. നിയമം അനുസരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ലഹരിക്കെതിരെ പോരാടുവാനും കുട്ടികളെ ഇത് പ്രാപ്തരാക്കുന്നു. സമാനമായ രീതിയിൽ അച്ചടക്കത്തിനും ദേശസ്നേഹത്തിനും ഊന്നൽ നൽകുന്ന നാഷണൽ കേഡറ്റ് കോർപ്സ് എന്ന NCC വിദ്യാർത്ഥികളിൽ സാഹസിക മനോഭാവവും കഠിനാധ്വാനവും വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കുട്ടികളിലെ സേവന മനോഭാവവും സ്വാശ്രയശീലവും വികസിപ്പിക്കുന്നതിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നും മുൻപന്തിയിലാണ്. പ്രകൃതി സ്നേഹവും പ്രായോഗിക ജീവിത നൈപുണ്യങ്ങളും ഇതിലൂടെ വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര സേവനങ്ങളിലും താല്പര്യമുള്ള കുട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജൂനിയർ റെഡ് ക്രോസ്, JRC ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും പ്രഥമ ശുശ്രൂഷയുടെയും പാഠങ്ങൾ പകർന്നു നൽകുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് സാങ്കേതിക അറിവ് നേടുന്നതിനായി ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തിക്കുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ കുട്ടികളുടെ സർഗാത്മകത വളർത്തുവാനും
IT അറിവ് പ്രയോജനപ്പെടുത്തുവാനും ഈ സംഘടന സഹായിക്കുന്നു. ഈ സംഘടനകളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് അടിത്തറയിടുകയും അവരെ ഉത്തമ പൗരന്മാരായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ ദീപ സ്കൂളിന്റെ സാമൂഹിക മുഖം കൂടുതൽ പ്രകാശനമാക്കുന്നു.